റെയില് അതെ കാറേ ഇരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിലോട്ടും പോട്ടെ ബൈക്കിലോട്ടും കിടക്കാം. അപ്പോൾ കൈസ് അപ്പോൾ ഞാൻ നമ്മുടെ നെടുങ്കുന്നത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കോമഡി എന്നാ ഇത്ര നേരം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ റെക്കോർഡിംഗ് ഓണല്ലായിരുന്നു. അപ്പം നെടുങ്കുന്നത്ത് കണ്ണൻചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ബോഡി വർക്ക്ഷോപ്പ് കുറേ ആയി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്. കഴിഞ്ഞ ദിവസം പ്രകാശേൻ്റെ ബോഡി വർക്ക്ഷോപ്പ് നമ്മൾ കാണിച്ചു. പക്ഷേ ഇതെല്ലാം യാദൃശ്യമാണ്. ഇന്നിപ്പം കണ്ണൻചേട്ടൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ കണ്ണൻചേട്ടൻ്റെ ഇവിടെ ചെയ്തേക്കുന്ന ഒരു നോർമൽ വർക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് ഫുൾ MS ഉള്ള പരിപാടി, അത് സ്റ്റീലേ ഉള്ള പരിപാടികളൊന്നുമില്ല. MS-ൻ്റെ വാട്ടർ ചാനലിൻ്റെ MS-ൻ്റെ തന്നെ കുത്തുകാലെ അകത്ത് കയറുമ്പോൾ കൈ പിടിക്കുന്ന സാധനം, അതേപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ മുകളിൽ നമ്മൾ കൈ വെക്കുന്ന സാധനം, അങ്ങനെ വേണ്ട ഡിക്കി ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫുൾ MS ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് മെറ്റീരിയൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ആർക്കെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെ. പിന്നെ ബമ്പർ ആണെങ്കിൽ തന്നെ നോർമൽ രീതിക്കുള്ള ബമ്പർ, നോർമൽ രീതിക്ക് വെച്ചാൽ കമ്പനി വരുന്നതല്ല, അതിനകത്ത് ആൾട്രേഷൻ ചെയ്തിട്ടുള്ള സംഭവമാണ്. അതും ചെയ്ത് ഡിക്കി ഡോറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതൊക്കെയാണ് കണ്ടോ തകട ഫുള്ള് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് എല്ലാം അടിച്ചെടുക്കുക എന്നുള്ള പരിപാടിയാണ്. ഫുള്ള് എടുക്കുക, അവർ തന്നെ ചെയ്തെടുക്കുന്ന സാധനമാണ്. ഇതിൻ്റെ വാട്ടർ ചാനലുണ്ടോ. കണ്ണൻചേട്ടൻ എന്ന് പറയുമ്പോഴേ നമുക്ക് വണ്ടിയുടെ സ്ട്രോങ് ആണ് മെയിൻ. ഇതിൻ്റെ ആംഗ്ലറെ ചെയ്തേക്കുന്ന വാട്ടർ ചാനൽ കുത്തുകാല്. ഇപ്പോൾ ഒരു വണ്ടി താണ്ട് ഇവിടെ ഇടിച്ച് വന്ന് കിടപ്പുണ്ട്. ഇടിച്ച് വന്ന വണ്ടി നിങ്ങൾ കാണണം. അതിൻ്റെ ബോഡി പോസ്റ്റേ പോയി ഇടിച്ച് കയറിയ വണ്ടിയാണ്. പക്ഷേ അതിനത് ടോപ്പ് ഭാഗത്തേക്ക് ഒരു പോറൽ പോലും അല്ലെങ്കിൽ ഒരു ഷെയ്ക്കോ അല്ലെങ്കിൽ ഒരു ഷേപ്പ് വ്യത്യാസം ഒന്നും ഇതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ രീതിക്കുള്ള ബിൽഡ് ക്വാളിറ്റിയാണ് വണ്ടിക്ക്. ഫുള്ള് പൈപ്പും കാര്യങ്ങളും തകടടിച്ചിട്ടുള്ള ഒരു ഷേപ്പ്. ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്കൊക്കെ നോർമൽ ഹൈറ്റ് ഒരു ഇതേ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ ഒരു 3 ഇഞ്ച് കാണുമായിരിക്കും ഈ ഒരു ഹൈറ്റ് കേട്ടോ. 4 ഇഞ്ച് താഴെ ഉള്ളൂ. ആ രീതിക്കുള്ള ഹൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് ഒരു MS ചെയ്തേക്കുന്ന ഒരു നോർമൽ വർക്ക്. പക്ഷേ ഡിക്കി ഡോർ മാത്രം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വെച്ചാൽ അത്യാവശ്യം സ്റ്റീലിൻ്റെ വർക്ക്, ഡിക്കി ഡോറ്, നമ്മുടെ സ്ലൈഡിങ് ഗ്ലാസ് ഉള്ള ഡോറ്, പിന്നെ സീറ്റ്, ഡ്രൈവിംഗ് സീറ്റ് ആണെങ്കിൽ നമുക്ക് സ്ലൈഡിങ്, നമുക്ക് കാറിൻ്റെ സീറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് മുമ്പോട്ടുകൂടെ സ്ലൈഡ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിക്കുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന വണ്ടി അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇരുന്നിട്ട് വലിയ സുഖമുണ്ടോ. ഹെഡ് റെസ്റ്റ് പുറകോട്ട് ചാഞ്ഞു പോയി അല്ലേ. ഇതൊരു അതുലിൻ്റെ വണ്ടിയാണ്. ഇത് വേറെ സ്ഥലത്ത് പടന്നിട്ട് നമുക്ക് ഇവിടെ വന്നേക്കുന്നതാണ്. ഇവിടെ തന്നെ എൻ്റെ പണി. ഓ ഇവിടുന്ന് അകത്തോട്ടല്ലേ. ആ ബോഡി വർക്ക് ഇവിടെ ആയതല്ലേ. ശരി. അപ്പൊ അതുലിന്റെ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയുടെ സാധാരണ അതുലിന്റെ വണ്ടിക്ക് അറിയാലോ, ഈ പള്ളയുടെ ഈ ഭാഗം വരുമ്പോഴത്തേനും ഇവിടുന്ന് ഭയങ്കര തെള്ളാണ്. 2 ഇഞ്ചും കൂടെ ഇങ്ങോട്ട് 2 ഇഞ്ചും കൂടെ തെള്ളി വരും. അപ്പൊ അത് മാറ്റിയിട്ട് കുറച്ച് ചെയ്തേക്കുന്ന വണ്ടിയാണ് കേട്ടോ. ശരി. അതേ ഉണ്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും 4 ഇഞ്ച് വ്യത്യാസം വന്നു കണ്ടോ. അപ്പോൾ അതിൻ്റെ വീതി ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേനുള്ള ആ ഒരു വീതി കുറച്ച് ചെയ്തേക്കുന്നത് കണ്ടോ. മറ്റേന്ന് വെച്ചാൽ ഇങ്ങനെ തെള്ളി നിൽക്കും അതിൻ്റെ വണ്ടിക്ക്. അപ്പോൾ അത് കണ്ട ഞാൻ ഇവിടെ ചെയ്തതാണ്. ഇതിനും മൊത്തം സ്റ്റീലിലൊന്നുമില്ല MS-ൻ്റെ വർക്ക്. പക്ഷേ അപ്പോൾസറി വേറെ എവിടെയാണ് അപ്പോൾസറി ചെയ്തേക്കുന്നത്. ഇതിനകത്ത് സ്പീക്കറിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല വീതി ഇവിടെ ഏരിയയാണ്. പക്ഷേ ഇതിനകത്ത് പ്രശ്നമുണ്ട്. പക്ഷെ നമുക്ക് അനുഭവം ഉള്ളതെന്ന് പറയണം, കയറുമ്പോഴത്തേന് ആളുകളുടെ തല നമ്മുടെ ഈ സ്പീക്കറിൻ്റെ ബോക്സ് ഈ സെൻറ്ററിൽ കൊടുത്താൽ ഇടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു പോരായ്മയുണ്ട്. പക്ഷേ ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. സീറ്റൊക്കെ നോർമൽ രീതിക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലകത്ത വണ്ടി ഇങ്ങനെ ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ മൊത്തം വർക്ക് വരുന്ന വണ്ടി. അപ്പോൾ ഇതിനകത്ത് കണ്ടത് ഇതിൻ്റെ ബാക്കി ഡിക്കി ഡോറിൻ്റെ പണി കഴിഞ്ഞു. ബമ്പറ്, സ്ലൈഡിങ് ഗ്ലാസ് മതി കുറേ വേണ്ടി ഇരിപ്പുണ്ടോ. ഇതിൻ്റെ മറ്റേ സ്ലൈഡിങ് സീറ്റ് അല്ലേ. ഇത് റെയില് അതെ കാറേ ഇരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിലോട്ടും പോട്ടെ ബൈക്കിലോട്ടും കിടക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റ് ചെയ്തേക്കുന്ന ആൾട്രേഷൻ വർക്കാണ് കേട്ടോ. അതിന് സെപ്പറേറ്റ് റെയിലും എല്ലാം സെറ്റ് ചെയ്തല്ലേ. അപ്പോൾ കാറിൻ്റെ സീറ്റ് വെക്കുവാണെങ്കിൽ ഇതുകൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് സ്ലൈഡ് ചെയ്യാം. കൊള്ളാം. അപ്പോൾ ആ വർക്ക് വരെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതെ ഇതിൻ്റെ ഡോറ്, അപ്പോൾ ഈ സ്ലൈഡിങ് ഗ്ലാസ് വരുന്ന ഡോറിൻ്റെ ഹൈറ്റ് നോർമലി എല്ലാം ഹൈറ്റ് കൂട്ടിയുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഡോറിൽ നടക്കുന്ന ഹൈറ്റ് ആണല്ലോ, അതിന് ഇത്രമാത്രം ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ലോക്ക് ഇതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ണൻചേട്ടൻ്റെ വണ്ടിയുടെയൊക്കെ ലോക്കിൻ്റെ ഒരു സിസ്റ്റമാണ് കേട്ടോ. ഒരു സിമ്പിൾ സാധനമാണ് ഇത്. നമുക്കിത്
നിങ്ങളൊക്കെ നോക്കിയാൽ കാണാം. ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ ഇതിങ്ങനെ പൊക്കുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ വന്നേക്കുന്ന ഒരു ലോക്ക് സെറ്റപ്പ്. അത് മൊത്തം വർക്ക് സ്റ്റീലിൻ്റെ കേട്ടോ. അതായത് കുത്തുകാല് സ്റ്റീൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പിടിച്ചു കയറുന്ന ഭാഗങ്ങൾ, പിന്നെ ഡോറിന് നമ്മൾ കൈ വെക്കുന്ന ഭാഗം, ഇതെല്ലാം സ്റ്റീലാണ്. അപ്പോൾ സ്ലൈഡിങ് ഗ്ലാസ് വന്നേക്കുന്നതിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ നോക്കിയോ, ഒരു റെയിൽ ഭാഗം ഗ്ലാസ് കയറി വന്നിരിക്കുന്ന ഗ്രൂ വെക്കുന്നതിൻ്റെ ഇവിടെയാണ് കേട്ടോ. ഇതെല്ലാം ഇവർ തന്നെ റെഡിമെയ്ഡായിട്ട് ഇവർ തന്നെ ഇവിടെ ചെയ്തെടുക്കുന്ന സംഭവമാണ്. അല്ല വേറെ വണ്ടിയുടെ ഒന്നും സാധനം കയറ്റി ചെയ്യുന്ന പരിപാടിയല്ല, എല്ലാം റെഡിമെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇത് കണ്ടോ, ഇങ്ങോട്ടും ആ റെയിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഒരു സൈഡിലെ സ്ലൈഡിങ് ഡോറിൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറം സൈഡ് തീരാനുണ്ട്, വാട്ടർ ചാനലും കാര്യങ്ങളും. അപ്പോൾ ഇത് ഒരു ഫുൾ വർക്ക് നമുക്ക് പറയാം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബാക്കിയല്ല, ഇനിയിപ്പോൾ മിററിൻ്റെ കാര്യങ്ങളോ ബാക്കി കൂടെ സ്റ്റീൽ വരും. എല്ലാ പരിപാടികളും തീർന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ താമസിക്കാതെ ഇറങ്ങുന്നൊരു വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി. അതെ, ഇവിടെ ഇപ്പം വന്ന് ഇടിച്ച് കിടക്കുന്നൊരു വണ്ടി നിങ്ങളെ കാണിക്കും. ഇത് ഇവിടെ ബോഡി വേണോ വണ്ടിയാണ്. ഞാൻ പറഞ്ഞു ആംഗ്ലറിൻ്റെ ആ ഒരു സ്ട്രോങ്ങിൻ്റെ കേസോട് പറഞ്ഞാൽ ഈ വണ്ടിക്ക് പോസ്റ്റർ പോയി തട്ടിയിട്ട് ഇത്ര ഭാഗത്തോട്ട് ചേസ് വരെ ബെൻഡായിപ്പോയ സംഭവമാണ്. പക്ഷേ ഇവിടുന്ന് കണ്ടോ, ഇവർ കൊടുത്തേക്കുന്ന വാട്ടർ ടാങ്ക് ആംഗ്ലർ, ആ പൈപ്പിൻ്റെ സ്ട്രോങ് നിങ്ങൾ നോക്കുന്നത്. ഇവിടുന്ന് ഒരു ഷേപ്പ് വ്യത്യാസം പോയിട്ട് ടോപ്പിൽ ഒരു വ്യത്യാസം പോലും വന്നിട്ടില്ല. അതാണ് വണ്ടിയുടെ ഒരു ബോഡി വർക്കിൻ്റെ ഒരു ക്വാളിറ്റി. ഇത് കണ്ടോ, അവിടുന്ന് ഭാഗം മൊത്തം അകത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഒരു കുഴപ്പമില്ല. അമ്മാതിരി രീതിക്ക് സ്ട്രോങ് ആയിട്ട് സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണഞ്ചേട്ടനോട് തന്നെ ചോദിച്ചിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നേരത്തെ റേറ്റൊന്നും ആകാൻ ചാൻസ് ഒന്നുമില്ല. എല്ലാത്തിനും വ്യത്യാസം വിലയും കാര്യങ്ങളും വന്നുകൊണ്ട് ഈ പണി ചെയ്യുന്നതിൻ്റെ റേറ്റും അതിൻ്റെ റേറ്റും കൂടെ ഒന്ന് ജസ്റ്റ് നമ്മൾ ചോദിച്ചേക്കാം. ഓക്കെ, ആ മുടി കറക്റ്റാക്കേ, ഒത്തിരി ഉള്ളതുകൊണ്ട് പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ കേസേ നമ്മുടെ കണ്ണഞ്ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. കണ്ണഞ്ചേട്ടാ, അപ്പോൾ ഈ വണ്ടി ചെയ്തേക്കുന്ന ഈ വർക്കിന് എന്നാ റേറ്റ് വന്നേക്കുന്നത്? ഇത് ഓരോന്നോരോ പീസ് റേറ്റാ. ടോപ്പ് വർക്ക് 12.5. ഡിക്കി ഡോർ 6500. വാട്ടർ ചാനൽ നമ്മളിങ്ങനെ ഇവിടെ വരെ വന്നിട്ട് 16 കെ ജപ്പാൻ ഷീറ്റല്ല ചെയ്യുന്നത്. ഇത് ഒരു 1800 രണ്ട് സൈഡ്. നമ്മളിവിടെ ചെയ്യുന്നത് ഓരോ സാധനത്തിനും ഓരോ ഫിക്സഡ് റേറ്റ് ഉണ്ട്, ഓരോ റേറ്റ് ഉണ്ട്. പിന്നെ ഇത് സ്ക്വയർ പൈപ്പ്, ഇത് 3800 രൂപ രണ്ട് സൈഡ് ഇവിടെ. ഈ പീസ് ഇതെല്ലാം കൂടെ. ഇനി ആംഗ്ലർ ഇടുന്നതിന് 1500 രൂപ താഴെ. ഇത് ഈ ലോക്ക് ആണെങ്കിൽ 800 രൂപ. പിന്നെ മറ്റേ കാറിന്റെ ലോക്കാണ് 3000 രൂപ. നമ്മളവിടെ മറ്റേ വണ്ടിക്ക് ചെയ്തത്. ഇതിപ്പോ മൊത്തം എത്ര രൂപയ്ക്കാണ്? ഇതിന്റെ ബോഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ബോഡി പുതിയ വണ്ടിക്കൊന്നും ബോഡിക്ക് ബെൽറ്റ് ഇല്ല. ഒരു സാധനമില്ല, ചുമ്മാ മണ്ടക്കോട്ട് വെച്ച് ഫിറ്റ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ താത്ത് കംപ്ലീറ്റ് ബെൽറ്റ് വെച്ച് ചെയ്യുമ്പോഴത്തേക്കിന് അത് 2000 രൂപ. അപ്പൊ ഇതിന്റെ ഇടത്തട്ടിന്റെ ഇവിടെ വേറെ പൈപ്പ് ഒക്കെ വെച്ച് അവിടെ ബെൽറ്റ് താഴായിരിക്കും. അങ്ങനെയുള്ള പണികളാണ്. പിന്നെ ഇതിന് കണ്ണാടിയുണ്ട്. സാധാ കണ്ണാടിക്ക് 1500, സ്റ്റീലാണ് 3000 രൂപ. പിന്നെ ഇത് സ്റ്റീൽ വരുമ്പോൾ 3800 സ്ഥാനത്ത് 14000 രൂപ വരും. സ്റ്റീൽ വരുമ്പോൾ, സ്റ്റീലാണെങ്കിൽ കുത്തുകാല് ഇത് 14000. ഇത്ര ഭാഗം സ്റ്റീൽ വരുമ്പോൾ 14 രൂപ. 14 രൂപയ്ക്കകത്ത് എന്നൊക്കെ വരും. ഈ കൈ പിടിക്കുന്നതുണ്ടോ? ഇതെല്ലാം വരും. സ്റ്റീൽ ചെയ്തിട്ട് മൊത്തം വർക്ക്. അത് എല്ലാം കൂടെ വരുമ്പോൾ 18 രൂപ 19 രൂപയ്ക്ക് വരും മൊത്തം. സ്റ്റീൽ മാത്രം. അപ്പോൾ ഈ ബോഡി വർക്ക് ഇതിപ്പോൾ ഈ MS-ന്റെ ഇതിപ്പോൾ മൊത്തം എത്ര ആയി കാണും? മൊത്തം എത്രയാണ് കണക്ക് കൂട്ടി നോക്കണം. 4 ഏകദേശം. ബമ്പറിനാണ് 2500. ബമ്പർ 2500 ഇങ്ങനെ. അപ്പോൾ ഇതിപ്പം ക്ലാപ്പ് അല്ല, ഇതിപ്പോൾ എന്നാന്ന് വെച്ചാലോ, ഇങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങളിപ്പോൾ മൊത്തം ഒരു വർക്കായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മുത്തുകാല് മാറ്റണം, ഡോർ ചെയ്യണം, ബമ്പർ ചെയ്യണം എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അതിന് എത്ര റേറ്റ് ആണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് മാത്രം ചെയ്യാൻ പറ്റും. ടോപ്പ് 12,500. അതായത് ടോപ്പ് ബോഡി മണ്ടയ്ക്ക് ഇത് ചെയ്യുന്നത് അത് ഷേപ്പ് ചെയ്ത് അടിക്കുന്നതിന്. പിന്നെ വാട്ടർ ചാല് വരുമ്പോൾ 1800. പിന്നെ അത് ചെറിയ സ്ക്വയർ പൈപ്പ് 3800. ഫ്രണ്ട് ആംഗ്ലർ 1500. പിന്നെ ബോഡി താത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് 2000. പിന്നെ ബമ്പർ 2500. പിന്നെ ഡിക്കി ഡോർ 6500. പിന്നെ ലോക്ക് 800. അപ്പോൾ 31,400 നിലവിൽ ചെയ്തു. പിന്നെ കണ്ണാടി ഉണ്ട്, കണ്ണാടി 1500.
33 രൂപ 33 രൂപ അല്ലേ? അപ്പോൾ 33 രൂപയുടെ വർക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പെയിന്റിങ് വേറെ വരും. പെയിന്റിങ് വേറെ ഇത് 2500 രൂപ പെയിന്റിങ്ങിനും വരും. 2500 പെയിന്റിങ്. അപ്പോൾ ഈ ഡിക്കി ഡോർ ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു 6 രൂപ എത്ര 6500 കുറയും. ഡിക്കി ഡോർ ഇല്ലെങ്കിൽ 7500 ഉണ്ട്. അപ്പോൾ ഇത്രയും വരും. അപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പം ചെയ്തേക്കുന്ന പെയിന്റിങ് കൂട്ടിയാണെങ്കിൽ 33 രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതോ നമ്മുടെ ആ ഫുൾ വർക്ക് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ സ്ലൈഡിങ് ഡോറ്, ഗ്ലാസ്, ഡിക്കി ഡോറ്, സ്റ്റീലിൻ്റെ വർക്ക് മൊത്തം വന്നിരിക്കുന്ന വണ്ടിയുടെ റേറ്റ് കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. അതുപോലെ 6500 ആണ്. ഇതും ഡിക്കി ഡോർ 6500. ബമ്പർ 2500. പിന്നെ നമ്പർ 2500. ഇതിന്റെ മെയിനായിട്ട് സ്ലൈഡിങ് ഗ്ലാസ് അത് വരുമ്പോൾ 10 രൂപ 10,000. അത് ഡോർ ഇതുപോലെ നമ്മൾ പണിയണം. ഹൈറ്റ് കൂട്ടി അല്ലേ? ഹൈറ്റ് കൂട്ടി പോകണം. ചാനലിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് 10 രൂപ 2 സൈഡ്. പിന്നെ ഇതേ ലോക്ക് വെച്ചിട്ടുണ്ട്. അത് 800 രൂപയുടെ ലോക്ക്. 800 ലോക്ക്. പിന്നെ കുത്തുകാലും സ്റ്റീൽ വർക്ക് എല്ലാം കൂടെ 19 രൂപ. ഇത് 19. ഇതിനകത്താകുമ്പോൾ എക്സ്ട്രാ ഇങ്ങോട്ട് ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അത് 19. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ പിന്നെ വാട്ടർ ചാനൽ 1800. വാട്ടർ ചാനൽ ടോപ്പ് 12,500 ബോഡി വർ ടോപ്പ്. ഇത് 1500. പിന്നെ നമ്മുടെ സീറ്റ്, പിന്നെ ഇതിന്റെ ബോഡി താത്ത് ഫിറ്റിംഗ് 2000. പിന്നെ സ്ലൈഡിങ് സീറ്റിന്റെ ഒന്ന് പറഞ്ഞേ. അതിപ്പോ ചിലപ്പോൾ അത് മാത്രമായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ആള് വരാം. സീറ്റിന് തന്നെ 1400 രൂപ സീറ്റിനായി. സീറ്റ് നമ്മൾ തന്നെ എടുത്താണോ? 1400 രൂപ സീറ്റ്. സെറ്റ് ചെയ്ത് വരുമ്പോൾ 1500 രൂപ സെറ്റിംഗ് ആവും. 1500. ഇപ്പൊ തന്നെ 3 ആയി. പിന്നെ ഇതിന്റെ വെട്ടി ചെയ്യുന്നതും കൂടെ 5-5.5 രൂപ വരും ഇത്ര സാധനം ചെയ്യുമ്പോഴത്തേക്ക്. സീറ്റ് ഉൾപ്പെടെ ആ ഒരു റെയിലും കാര്യം സ്ലൈഡിങ് ചെയ്യുന്നതിന് 5 രൂപ സീറ്റിന്റെ പണി. സീറ്റ് കൊണ്ടുവരുവാണെങ്കിൽ 6 രൂപ കൂട്ടിക്കണം. സീറ്റിന് പല വില വരും. അതിന്റെ വിലത്തിൽ ഒരു 6 രൂപ കൂട്ടിക്കണം. പിന്നെ സീറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സീറ്റ് കൊണ്ടുവന്നാൽ അത് ബാക്കി ചെയ്യുന്നതിന്റെ അത് കുറച്ചിട്ടുള്ള പരിപാടി. സീറ്റ് അതിന്റെയാ? സീറ്റ് ഇത് ഇൻഡിക്ക അല്ല, ഇവിടെ വീതി കൂടിയ സീറ്റ് അല്ലേ? ഞാൻ മറന്നുപോയി. ആണ് ഇൻഡിക്കേടെ ആണോ? അപ്പം ഈ വണ്ടിക്ക് ഇപ്പം എത്രയായി? ഇതിന്റെ പണി അപ്പം എത്രയായി മൊത്തം? ഇപ്പം നമ്മൾ പറഞ്ഞത് വെച്ചാണെങ്കിൽ 63 രൂപ വരും. മിററിന്റെ കൂട്ടിയോ? അതെല്ലാം കൂട്ടി അതെല്ലാം സ്റ്റീലിനകത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട്. ഇതിപ്പോ 63 ആണ് ഇതിന്. ഇത് മൊത്തം 63 രൂപ. വേറെ എക്സ്ട്രാ പണിയുണ്ട്. ഇനിയുണ്ട്. ഇതിനകത്ത് അക്രലിക്കാ വരുന്നത്. ഇനി അപ്പോൾസറിയുടെ പണി വരുമ്പോഴത്തേനുള്ള പരിപാടി. സ്റ്റീലാ വരുന്നത് പീസ് മൊത്തം അകം. അപ്പൊ അതിന്റെ ഒരു 6000 രൂപ വരും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വർക്ക് തന്നെ 67 രൂപ ആവും. 67 രൂപയുടെ ഇവിടെ പെയിന്റിങ്ങും വരും. പെയിന്റിങ് ഒരു 4000 രൂപ വരും. ഇതിന്റെ പെയിന്റിങ് 4000. 71 രൂപ നമ്മുടെ ഇവിടുത്തെ പരിപാടിയാവും ഈ വണ്ടിക്ക്. പിന്നെ അപ്പോൾസറി ചെയ്യുമ്പോഴത്തേക്ക് 45 രൂപ. 45 രൂപ അപ്പോൾസറി. അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു വീഡിയോക്കുള്ള പണിയുണ്ട്. 71. അപ്പം എത്രയായി? 1.10 മേളിൽ പോയി അല്ലേ? അപ്പം കണ്ടല്ലോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇത്ര മാത്രം ഓരോ സാധനങ്ങൾക്കും ഓരോ റേറ്റ്. 1.30 മേളിൽ പോകും. 1.30 മേളിൽ പോകും മൊത്തം പണി കഴിഞ്ഞ് വരുമ്പോഴത്തേനും. ഓക്കെ. അതായത് സൗണ്ട് സിസ്റ്റം എല്ലാം കൂടെ വന്ന് സൗണ്ട് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പം കണ്ടല്ലോ. അപ്പൊ ഇതാണ് ഈ ഒരു പരിപാടി. ഡോറെല്ലാം ഡോറെല്ലാം ഇത്രയും ചെയ്തേക്കുന്നതുകൊണ്ട് ശരിയാ. പിന്നെ വേറെ സ്പ്രിങ് ഇത് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. സ്പ്രിങ് സാധാ രീതിയിലുള്ള ചെയ്യുന്നുള്ളൂ. സ്പ്രിങ് ചെയ്യുന്നുള്ളൂ. അത് 3500 രൂപ. 3500. ഓക്കെ. അപ്പം ആയി. അപ്പൊ അത്ര അപ്പം ഇങ്ങനെ മൊത്തം ചെയ്യുന്നതിന് ഈ പറഞ്ഞ റേറ്റ് ആകും കേട്ടോ. അപ്പം ഗൈസ് അപ്പം കേട്ടില്ല. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ വേറൊരു വർക്ക്ഷോപ്പിൽ നമ്മൾ ചെന്നിട്ട് ചേട്ടാ മൊത്തത്തിൽ എത്ര എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ ഓരോ പീസ് വർക്ക് ഓരോ ഐറ്റം ചെയ്യുന്നതിനും ഉള്ള റേറ്റ് കൂടുതൽ കണ്ണൻ കറക്റ്റ് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം മൊത്തത്തിലൊരു വർക്കല്ല, നിങ്ങളുടെ അത്യാവശ്യം ബമ്പർ വെക്കാനോ സ്റ്റീലിൻ്റെ വേറെ ചെറിയ പണിക്കാണെങ്കിലും സീറ്റിൻ്റെ പണി ചെയ്യാനൊക്കെ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റേറ്റ് കാര്യങ്ങളെ ഇവിടെ ആകത്തുള്ളൂ. നിങ്ങൾക്ക് അത് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഇത്. അപ്പോൾ നോർമൽ വണ്ടിയുടെ വർക്ക് വരുന്നതിൻ്റെ റേറ്റും ഇപ്പോൾ ഇത്രമാത്രം പണി വരുന്ന വർക്ക് വരുന്ന വണ്ടിയുടെ റേറ്റും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ 30 രൂപ മേളിൽ പോകുമെന്ന് പറയുമ്പോൾ അതിനകത്ത് അപ്പോൾസറിയുടെ പണിയുടെ കൂട്ടിയാണ്. അപ്പം ബോഡി വർക്ക് തന്നെ ഇവിടെ ചെയ്തേക്കുന്ന എല്ലാ പണിയും കൂടി ഒരു 70 രൂപയ്ക്ക് മേളിൽ 70 രൂപ ആ ഒരു റേഞ്ച് അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം.
അപ്പോൾ കണ്ണൻചേട്ടൻ്റെ വർക്ക്ഷോപ്പിലെ വിശേഷങ്ങളാണ് നിങ്ങളിതിപ്പോൾ കണ്ടത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഉണ്ടെന്നെങ്കിൽ കണ്ണൻചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ വിളിക്കുക, വിളിച്ചിട്ട് വന്ന് ഇവിടെ വന്ന് ബോഡി വർക്ക് നിങ്ങൾക്കൊന്ന് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.